ശാസ്ത്രീയ വേദപഠനം ക്ലാസ് 37 ബ്രഹ്മം തൊട്ടുകൂട്ടാൻ. നമ്മളിപ്പം പാലാഴി മഥനത്തിലൂടെ ആറ്റങ്ങൾ ഉണ്ടായ കാര്യമാണ് മനസ്സിലാക്കിയത്. അതായത് ന്യൂക്ലിയസ്, പ്രപഞ്ചം മുഴുവൻ ന്യൂക്ലിയസ് നിറഞ്ഞു കിടക്കുകയായിരുന്നു. അതിൻ്റെ ചുറ്റും ഇലക്ട്രോണിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാലാഴി കടഞ്ഞത്. അപ്പോൾ ആദ്യം പാലാഴി കടഞ്ഞപ്പോൾ ആറ്റങ്ങളാണ് ഉണ്ടായത്. ആ ന്യൂക്ലിയസിൻ്റെ രുദ്രൻ്റെ ചുറ്റും ഇലക്ട്രോണ് അറേഞ്ച് ചെയ്തു. അങ്ങനെ പലതരം ആറ്റങ്ങളുണ്ടായി. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചില കാര്യങ്ങളെല്ലാം പിന്നെ അതിൽ നിന്ന് ആണ്, ആറ്റങ്ങളിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്ന് ചില വസ്തുക്കൾ, ചില കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. അതിൽ ആദ്യം വന്നത് എന്താണെന്നാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. ഇപ്പം നമുക്ക് ആ കഥയിലേക്കൊന്ന് കടക്കാം. പാലാഴി മഥനത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. മത്സ്യപുരാണത്തിൽ പറയുന്നത് പാലാഴി മഥനത്തിൽ നിന്ന് ആദ്യമായി പുറത്തു വന്നത് കാളകൂടവിഷമാണ്. ഇത് ലോകത്തിന് നാശം സംഭവിക്കുമെന്ന് ഭയന്ന് ശിവൻ എന്ത് ചെയ്തു? അത് കയ്യിലെടുത്ത് അതിനെ പാനം ചെയ്തു. അപ്പോൾ അത് വയറ്റിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി പാർവതി ശിവന്റെ കഴുത്തിൽ പിടിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ആ വിഷം നീല നിറമായി ഒരു വളയമായി ശിവന്റെ കഴുത്തിൽ ആയി. അപ്പൊ അതുകൊണ്ടാണ് ശിവന് നീലകണ്ഠൻ എന്ന പേര് വന്നതെന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് പാലാഴി മഥനത്തിൽ നിന്നും ആദ്യമായി പുറത്തു വന്നത് കാളക്കൂട വിഷമാണെന്ന്. അതായത് സർപ്പത്തിന്റെ വായിൽ നിന്ന് വന്ന വിഷം. ഒരു സർപ്പത്തെ ഉപയോഗിച്ചിട്ടാണ് ന്യൂക്ലിയസിനെ, അതായത് മന്ദരപർവ്വതമായിട്ട് സങ്കല്പിച്ചത്. കഥയിലാണ് മന്ദരപർവ്വതം, യഥാർത്ഥത്തിൽ അത് ന്യൂക്ലിയസ് ആണ്. അതിന് ചുറ്റും ഈ ഊർജമാണ് അതിന് ചുറ്റും കറക്കിയത്, ഇലക്ട്രോണിനെ കറക്കിയത്. അപ്പോൾ ഊർജത്തെ നമ്മളെപ്പോഴും പാമ്പായിട്ടാണ് കഥയിൽ ചിത്രീകരിക്കുക. അതുകൊണ്ട് വാസുകി എന്ന സർപ്പം അതിൻ്റെ വായിൽ നിന്ന് വിഷം വന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഊർജം പുറത്തേക്ക് വരാൻ വന്നു. അപ്പോൾ അതെങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് സയൻസിലൂടെ നോക്കാം. നമുക്കറിയാലോ, ആദ്യം ഒരു വേവാണ് ഉണ്ടായത്, ബലം, ഒരു പ്രേരക ശക്തി. ഇതേമാതിരി വേവായിട്ടാണ് പുറത്തേക്ക് വന്നത്. അല്ലെങ്കിൽ ഇതേമാതിരി വേവായിട്ടാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ അതിൽ നിന്ന് ദ്വയമായതുകൊണ്ട് അതിൻ്റെ എതിരും ഒരു വേവും ഉണ്ടായി. അങ്ങനെ കൂട്ടിമുട്ടുന്നിടത്താണെന്നാണ് പാർട്ടിക്കിൾ ഉണ്ടായത്, അങ്കീരസുകൾ. അപ്പം ചെറിയ അങ്കീരസ് കൊണ്ട് പലതും ഉണ്ടായി. കുറേ വേവുകൾ കൂട്ടിച്ചേരുമ്പോൾ, ഒരു പോയിന്റിൽ കൂടിച്ചേരുമ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഉണ്ടാകും. അങ്ങനെയാണ് ഈതർ കണങ്ങൾ, ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഉണ്ടായത്. അങ്ങനെ ഉണ്ടാകാത്ത ഇവിടെ ഇങ്ങനെ കുറേ വേവുകൾ ഇങ്ങനെ എല്ലാം പല ഭാഗത്തുനിന്നും എല്ലാം പോകാറ്. അപ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോണും പ്രോട്ടോണുകളും കൂടിയിട്ട് ന്യൂക്ലിയസ് ഉണ്ടായി. പിന്നെ ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ചുറ്റി. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഇല്ലാതെയായി. പക്ഷെ ഈ വേവ് ഇല്ലാതെയായിട്ടില്ല. വേവ് എന്ന് പറയുന്നത് ഇത് മുകളിലോട്ടേക്കാണെങ്കിൽ ഇത് താഴത്തോട്ടേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് ഇത് മുകളിലോട്ടേക്ക് വലിക്കുകയാണെങ്കിൽ ഇത് താഴത്തോട്ടേക്ക് വലിക്കും. അപ്പോൾ എന്തായിപ്പോൾ? ന്യൂട്രലൈസ് ആയിപ്പോകും. അപ്പം വേവ് ന്യൂട്രലൈസ് ആയിട്ട് ഈ കണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ കണങ്ങളെല്ലാം കൂടിയിട്ട് ഒരാറ്റമായി മാറിയപ്പോൾ അതിൽ നിന്നും വന്ന ഊർജം, അപ്പം ഇത് ഫ്രീ ആയി. ഈ കണങ്ങളെല്ലാം പോകുമ്പോൾ പിന്നെ ഈ വേവുകൾക്ക് പുറത്തേക്ക് ചാടും ആ എനർജി, അതിലുള്ള ഊർജം. ഉദാഹരണമായിട്ട് നമ്മൾ കയ്യിൽ രണ്ട് ഭാഗത്ത് ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ അനങ്ങാതെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഈ രണ്ട് ബലങ്ങൾ ന്യൂട്രലൈസ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ബലത്തെ ഇത് ന്യൂട്രലൈസ് ചെയ്യുകയാണ്. അതുകൊണ്ട് ബലമില്ലാതെ ഒന്നുമില്ല. നോക്കുമ്പോൾ ശാന്തമായിട്ട് തോന്നും. പക്ഷേ ഈ ബന്ധങ്ങൾ വിടുമ്പോൾ ആ രണ്ട് ഊർജങ്ങൾ പുറത്തേക്ക് ചാടും. ആ ചാടുന്ന വിഷത്തെയാണ് കാളകൂട വിഷം എന്ന് പറഞ്ഞത്. പാമ്പിന് കഥയിൽ പാമ്പായിട്ട് ചിത്രീകരിക്കുമ്പോൾ പാമ്പിന്റെ വിഷം എന്ന് പറയാം. യഥാർത്ഥത്തിൽ ആ ഊർജമാണ്
ഇതിൻ്റെ ഇടക്കുള്ള ഈ ഊർജമാണ് പുറത്തേക്ക് ചാടിയത്. അപ്പം ഈ ഊർജം എന്ന് പറഞ്ഞാൽ വളരെയധികം ശക്തിയുള്ള സാധനമാണ്. അതെന്ത് ചെയ്യും? ഉണ്ടായ ആറ്റങ്ങളെ തന്നെ നശിപ്പിച്ച് കളയും. ഇപ്പം പാടുപെട്ടുണ്ടാക്കിയ ആറ്റങ്ങളെ തന്നെ നശിപ്പിച്ച് കളയും. അപ്പം ആറ്റങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ അല്ലെങ്കിൽ രുദ്രൻ അതിനെ എടുത്തങ്ങ് പാനം ചെയ്തു, കുടിച്ചു. രുദ്രൻ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ആണ്. അപ്പം ന്യൂക്ലിയസ് എന്ത് ചെയ്തു? ഈ ഊർജത്തെ ആ ഊർജമാണ് ഓർബിറ്റായി മാറിയിരിക്കുന്നത്. അതിനെ എടുത്ത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതുണ്ടാകുന്ന ആറ്റം രുദ്രൻ തന്നെയാണ്. ഇലക്ട്രോണും കൂടിയാകുമ്പോൾ അർദ്ധനാരീശ്വരം. ഇലക്ട്രോൺ പാർവതിയായിട്ടെടുക്കാം, ന്യൂക്ലിയസ് രുദ്രനായിട്ടെടുക്കാം, രണ്ടും കൂടുമ്പോൾ ശിവനായിട്ടെടുക്കാം, രണ്ടും കൂടുമ്പോൾ ആറ്റമായിട്ടെടുക്കാം. അപ്പം അതിനകത്തുള്ള ആ ഓർബിറ്റാണ്, ഈ എനർജിയാണ് ആ ഓർബിറ്റായിട്ട്. അപ്പം രുദ്രനാണ് അതിനെ എടുത്ത് സ്വീകരിച്ചത്. കഥയിൽ വരുമ്പോൾ രുദ്രനെടുത്ത് കുടിച്ചു. അപ്പം പാർവതി എന്ത് ചെയ്തു? എടുത്ത് കഴുത്തിന് പിടിച്ചു. കാരണം എന്തുകൊണ്ട്? അത് താഴത്തോട്ട് ഇറങ്ങിപ്പോയാൽ മരിച്ചു പോകും. കാരണം അത്രയും ശക്തിയുള്ള. അവിടെ കഥയിൽ ഇങ്ങനെയെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വിരൽ കൊണ്ടല്ല പിടിക്കുന്നത്. അപ്പം അത് തന്നെയല്ലേ ഓർബിറ്റ്, അത് തന്നെയല്ലേ ഈ ഓർബിറ്റ്. ഓർബിറ്റിനെ വിരലായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്. ഇതിന് ചുറ്റുള്ള ഈ ഓർബിറ്റാണ് എനർജി. അതിലാണ് ഈ ഇലക്ട്രോൺ എല്ലാം ഉള്ളത്. അപ്പം ഇത് വിരൽ മതി കുറേ എണ്ണം ഉണ്ട്, ചുറ്റും കുറേ എണ്ണം വരെ. എത്ര ഓർബിറ്റ്? പലതിനും പല ഓർബിറ്റ് ഉണ്ടാവും. അപ്പം കഴുത്തിന് പിടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം കഴുത്തിൻ്റെ ചുറ്റും എന്തായി? നീല നിറമായി. ഈ വിഷം കയറിയിട്ട്, വിഷം എന്ന് പറഞ്ഞാൽ ഊർജം. അപ്പം വളയന്മാരി കഴുത്തിൻ്റെ ചുറ്റിന്. അപ്പം കഥയിൽ വരുമ്പോൾ കഥയിൽ വിഷം എന്ന് പറയുമ്പോൾ പാമ്പിനെ ആക്കാലോ. പാമ്പ് കഴുത്തിൻ്റെ ചുറ്റും പാമ്പുള്ളതായിട്ട് കഥയിൽ ചിത്രീകരിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഈ ഓർബിറ്റ് പല ഓർബിറ്റായിട്ട് വളയം മാതിരി ആറ്റത്തിൻ്റെ കഴുത്തിൽ ഇങ്ങനെ വട്ടം കിടക്കുന്ന മാതിരി. ഇതാണ് ആറ്റത്തിൻ്റെ ഘടന. അങ്ങനെയാണ് ഊർജം ചുറ്റിലും വന്ന് നിൽക്കുന്നത്. അതിലാണ് എന്തുള്ളത്? ഇലക്ട്രോൺ ഉള്ളത്, പാർവതി ഉള്ളത്. അപ്പം പാർവതി ഓർബിറ്റിനെ പിടിച്ചു വെക്കുകയാണ്. ആ ഓർബിറ്റിലാണ് പാർവതി ഉള്ളത്. അപ്പം പാർവതി അതിനെയും പിടിച്ചു വെക്കുകയാണ്. അപ്പം ഈ ഊർജത്തെ പിടിച്ചു നിർത്തിയത് പാർവതിയാണ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ആണ് ആ ഓർബിറ്റിനെ പിടിച്ചു നിർത്തിയിട്ട് ആ ഓർബിറ്റിലൂടെയാണ് ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ ഓർബിറ്റിലാണ് ഇലക്ട്രോൺ ഉള്ളത്. ഇലക്ട്രോണെ പാർവതിയായിട്ട് എടുക്കുകയാണെങ്കിൽ അതുള്ളത്. അപ്പം കഥയിൽ അത്തരത്തിൽ ചിത്രീകരിച്ചു എന്നേ ഉള്ളൂ. അപ്പം കഴുത്തിന് ചുറ്റും പാമ്പ് ചുറ്റി കിടക്കുന്ന മാതിരി ന്യൂക്ലിയസിന് ചുറ്റും, ന്യൂക്ലിയസ് രുദ്രൻ, അതിന് ചുറ്റും ഓർബിറ്റുകളായിട്ടാണ് മാറി. ആ ഊർജമാണ് ഓർബിറ്റായിട്ട് മാറിയത്. അതിൻ്റെ ഈ കണങ്ങൾ ഇതെല്ലാമാണ് ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള കണങ്ങളും ഇലക്ട്രോണും ആയിട്ടുള്ളത്. ഈ ഊർജമാണ് ഈ ആറ്റത്തിൻ്റെ ചുറ്റും പല ഓർബിറ്റായിട്ട് നിൽക്കുന്നത്. അതിലാണ് ഇലക്ട്രോൺ ഉള്ളത്. ഇപ്പം ന്യൂക്ലിയസ് രുദ്രനാണെങ്കിൽ മറ്റേ പാർവതിയായിട്ട് എടുക്കാം. പാർവതി ആ ഓർബിറ്റിൽ കിടക്കുകയാണ്. അപ്പം കഥയിൽ എന്ത് പറഞ്ഞു? കഴുത്തിന് പിടിച്ചു, കാരണം വയറ്റ് പോവാതിരിക്കാൻ. അപ്പോൾ കഴുത്തിന് ചുറ്റും ഈ ഒരു വളയമുണ്ടായത് കൊണ്ട് നീലകണ്ഠൻ, നീല നിറമായതുകൊണ്ട്, വിഷത്തിൻ്റെ നിറം നീല എന്ന നിലയിൽ നീലകണ്ഠൻ എന്ന പേരും വന്നു എന്ന് പറഞ്ഞു. അപ്പം നീലകണ്ഠൻ എന്ന് പറയുമ്പോൾ നമ്മളെ സയൻസിൽ വരുമ്പോൾ അത് ആറ്റമായിട്ട് എടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് വന്ന സംഗതിയാണ് ഈ കാളകൂട വിഷം, സർപ്പത്തിൻ്റെ വിഷം. ഇനി നമുക്ക് ഇനി എന്തെല്ലാമാണ് ഉണ്ടായത് എന്നുള്ളത് അടുത്തതിൽ നോക്കാം. അപ്പം നമ്മൾ ആറ്റത്തിൻ്റെ ഘടനയും മനസ്സിലായി കഴിഞ്ഞു. ആറ്റത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ നടുവിൽ ന്യൂക്ലിയസ്, അതിന് ചുറ്റും കുറേ ഓർബിറ്റ് ഉണ്ട്. അതിൽ ആണ് ഈ ഇലക്ട്രോൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നടുവിൽ 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അതിന് 10 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പം 10 നെഗറ്റീവ് വരണ്ടിക്ക് ഓരോ ഇലക്ട്രോണിനും ഓരോ നെഗറ്റീവ് വെച്ചിട്ട് 10 ഇലക്ട്രോണും അതിന് ചുറ്റും ചുറ്റണം. അപ്പോൾ ഈ ചുറ്റുന്നതിനെല്ലാം ഒരു കണക്കുണ്ട്. അത് അടുത്തതിൽ വരാം, പിന്നീട് വരും. അതായത് 10 ന്യൂക്ലിയസിൽ 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 10 ഇലക്ട്രോൺ, അതൊരു ആറ്റമാണ്. ന്യൂക്ലിയസ് 9 ഉള്ളൂ എങ്കിൽ പുറത്ത് 9 എണ്ണം ഉണ്ടാക്കി ചുറ്റുന്നത്.
അത് വേറൊരു ആറ്റമാണ്. നടുവിൽ 8 ഉള്ളതെങ്കിൽ പുറത്ത് 8 ഉണ്ടാവും, അത് വേറൊരു ആറ്റമാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എത്രയോ തരം ന്യൂക്ലിയസുകളുണ്ട്, അതിൻ്റെ എണ്ണത്തിനെല്ലാം കണക്കുണ്ട്, അത് പിന്നീട് പറയും. അപ്പം അങ്ങനെ എത്രയോ ന്യൂക്ലിയസുകൾ ആറ്റങ്ങളായിട്ട് മാറി. അപ്പം ആദ്യം വന്ന ഊർജം ഇപ്പം ആറ്റങ്ങളായി മാറി. ഇനി ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടെല്ലാം മറ്റുള്ളത് ഉണ്ടാവുക. അതിൻ്റെ കൂട്ടത്തിൽ വേറെ അപ്പോഴാണ് ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അത് നമുക്ക് അടുത്തതിലെല്ലാം കാണാം.